നമ്മുടെ ഓറയെ ശക്തമാക്കി തീർക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ചക്രങ്ങളെ ശക്തമാക്കി തീർക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ശരിയായ ഒരു ശ്വാസോച്ഛ്വാസത്തിൽ ആയിരിക്കുകയും അങ്ങനെ നമ്മുടെ ശ്വാസത്തിലൂടെ നല്ല രീതിയിൽ നമ്മുടെ പ്രപഞ്ചത്തിൽ നിന്നുള്ള പ്രാണനെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ചക്രങ്ങളിലെ എനർജിയെ ശക്തമാക്കി നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാണിക് ബോഡി വളരെ ശക്തമായി തീരേണ്ടതാണ്. നമുക്കറിയാം, നമ്മളൊരു മനുഷ്യനെ പറ്റി പഠിക്കുന്ന സമയത്ത് അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം എന്ന് പറയുന്ന 5 ലെയറുകളായിട്ട് തിരിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് നമ്മുടെ പ്രാണമയ കോശമാണ്. അപ്പോൾ നമ്മുടെ എനർജി ഫീൽഡ് ശരിയായ രീതിയിൽ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാണമയ കോശത്തെ നമ്മൾ വളരെയധികം ശക്തമാക്കി തീർക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ പ്രാണമയ കോശത്തെ, അല്ലെങ്കിൽ നമ്മുടെ പ്രാണനെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓരോ ചക്രങ്ങളിലേക്കും നമ്മുടെ ആ പ്രാണനെ നമുക്ക് വിന്യസിച്ചുകൊണ്ട് ചക്രങ്ങളിലെ എനർജിയെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഓരോ ചക്രങ്ങളിലും ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട്, അതായത് ഇപ്പോൾ മൂലാധാര ചക്രത്തിൽ ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട് അവിടെ ഒരു 21 തവണ നമ്മൾ ദീർഘമായിട്ട് ശ്വസിക്കുക, ശ്വാസോച്ഛ്വാസം ചെയ്യുക. അതായത് ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സാവധാനത്തിൽ ദീർഘമായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി പ്രാണായാമങ്ങളൊക്കെ അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഓരോ ചക്രത്തിലും ശ്രദ്ധിച്ച് പ്രാണായാമങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചക്രങ്ങളിലേക്കുള്ള ആ ഒരു പ്രാണൻ്റെ ഒഴുക്ക് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും.